ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് സൈക്ലിക് കോർഡിനേറ്റ്സ്. ഇത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാ എക്സാമുകളിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഇപ്പൊ സെറ്റ് ആയാലും ഗേറ്റ് ആയാലും ജസ്റ്റ് ആയാലും നെറ്റ് ആയാലും എല്ലാത്തിലും ഈ കോൺസെപ്റ്റ് വെച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ എന്താണ് സൈക്ലിക് കോർഡിനേറ്റ്സ്? ഞാൻ പറഞ്ഞത് ലഗ്രാഞ്ചിയൻ ഡൈനാമിക്സിന് അണ്ടറിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ക്രൂഷ്യൽ ആയ ഒരു ടോപ്പിക് ആണ്. എന്താണ് സൈക്ലിക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്? സൈക്ലിക് കോർഡിനേറ്റ്സ് മീൻസ് മിസ്സിംഗ് കോർഡിനേറ്റ്സ്. അതാണ് സൈക്ലിക് കോർഡിനേറ്റിന്റെ മീനിങ്, മിസ്സിംഗ് കോർഡിനേറ്റ്സ്. സോ നമുക്കറിയാം ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? ക്യൂവിന്റെ ഫംഗ്ഷൻ ആണ്, ക്യൂ ഡോട്ടിന്റെ ഫംഗ്ഷൻ ആണ്, പിന്നെ ടൈമിന്റെയും ഫംഗ്ഷൻ ആണ് ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞു സൈക്ലിക് കോർഡിനേറ്റ് എന്താണ്? മിസ്സിംഗ് കോർഡിനേറ്റ് ആണ്. ആ കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. സപ്പോസ് നമ്മൾ എടുത്തൊരു ലഗ്രാഞ്ചിയൻ ഉണ്ട് എൽ വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് q1 q2 q1 dot q2 dot q3 dot and time. സോ ക്ലിയർലി ഇപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ ലഗ്രാഞ്ചിയനിൽ നമുക്കറിയാം ഏതൊക്കെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്? ഏതൊക്കെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് നമുക്ക് ഈസിലി മനസ്സിലാക്കാം. ഏതൊക്കെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്? q1 ഉണ്ട്, q2 ഉണ്ട്, q3 ഉണ്ട്. ഇവയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും q3 ഡോട്ട് ഉണ്ട്, പക്ഷെ q3 ഇതിലില്ല. സോ എന്താണ് q3? എന്താണ് q3 is the missing coordinate അല്ലെ? q3 is the missing coordinate. നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്തുണ്ട്? q3 ഡോട്ട് ഉണ്ട്, പക്ഷെ q3 മിസ്സിംഗ് ആണല്ലോ. ഇപ്പൊ q3 ആണ് എന്ത്? സൈക്ലിക്. q3 ആണ് എന്ത്? q3 is cyclic. q3 ആണ് സൈക്ലിക് കോർഡിനേറ്റ്. അതായത് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മിസ്സിംഗ് കോർഡിനേറ്റ്. സോ നമുക്കറിയാം ഈ q3 മിസ്സിംഗ് ആണെങ്കിൽ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് എന്ത്? q3 ഡിപ്പെൻഡ് ചെയ്യില്ല. സോ നമുക്ക് അറിയാം ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? d by dt of dou L by dou q3 dot minus dou L by dou q3 is equal to 0. So this implies that Lagrangian is independent of q3. So ഈ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും, which implies that d by dt of dou L by dou q3 dot എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, dou L by dou q3 dot എന്താണ്? 0 ആണ്. d by dt of dou L by dou q3 dot. അപ്പൊ d by dt of dou L by dou q3 dot 0 ആണെങ്കിൽ നമുക്കറിയാം dou L by dou q3 dot എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമുക്കറിയാം മൊമെന്റം ആണ്. dou L by dou q3 dot എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്, p3. ഇപ്പൊ d by dt of dou L by dou q3 dot എന്താണ്? മൊമെന്റം ആണെങ്കിൽ d by d3 of p3 എന്ന് പറയുന്നത് 0 ആണെങ്കിൽ p3 എന്താണ്? ഈസ് കൺസേർവ്ഡ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് എന്താണ്? ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് മോഷൻ അല്ലേ? ഇതാണ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സൈക്ലിക് കോർഡിനേറ്റിന്റെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഞാൻ എഴുതിത്തരാം. എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്? ഇപ്പൊ ഫോർ എവറി നമ്മളിപ്പോ കണ്ടു ഒരു സൈക്ലിക് കോർഡിനേറ്റ് q3 ആയിരുന്നു ഇവിടുത്തെ സൈക്ലിക് കോർഡിനേറ്റ്. q3 സൈക്ലിക് ആയപ്പോൾ q3 is സൈക്ലിക്. ഇപ്പൊ q3 സൈക്ലിക് ആയപ്പോൾ എന്ത് സംഭവിച്ചു? കറസ്പോണ്ടിംഗ്ലി എന്തായി? p3 കൺസേർവ്ഡ് ആയി. ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം നമുക്ക്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സാർ എഴുതരാം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോർ എവറി സൈക്ലിക് കോർഡിനേറ്റ് there exists a generalized momentum. There exists a generalized momentum which is
കൺസേർവ്ഡ്. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ്, നമ്മൾ രണ്ട് പ്രോബ്ലംസ് ഇതിന്റെ അന്ന് ചെയ്താൽ നമുക്ക് ഈ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. അപ്പൊ നമ്മൾ എടുത്തൊരു ലഗ്രാഞ്ചിയൻ ഉണ്ട്, L = half m x dot square plus y dot square plus z dot square minus mgz. നമ്മൾ ആദ്യത്തെ പ്രോസസ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ ഏതൊക്കെയാണ് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഇതിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ്. ഐ മീൻ എക്സും വൈയും ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ ലഗ്രാഞ്ചിയൻ. പക്ഷെ എക്സ് ഡോട്ടും വൈ ഡോട്ടും ആണുള്ളത്. അതായത് ഞാൻ പറഞ്ഞു അതിന്റെ വെലോസിറ്റി കോർഡിനേറ്റ്സ് ഉണ്ടാവാം, പക്ഷെ അതിന്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് ഉണ്ടാവില്ല. വിച്ച് മീൻസ് ദാറ്റ് ഇതിൽ ഏതൊക്കെയാണ് സൈക്ലിക് കോർഡിനേറ്റ്സ്? സൈക്ലിക് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് ആൻഡ് വൈ. ഞാൻ പറഞ്ഞു ഏതെങ്കിലും കോർഡിനേറ്റ് സൈക്ലിക് ആയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സൈക്ലിക് കോർഡിനേറ്റ്സ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ മൊമെന്റം, കൺസേർവ്ഡ് മൊമെന്റം ഏതൊക്കെയാണ്? പി എക്സ് ആൻഡ് പി വൈ വിൽ ബി എന്താണ്? കൺസേർവ്ഡ്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പി എക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കൺസേർവ്ഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം. പി എക്സ് ആൻഡ് പി വൈ കൺസേർവ്ഡ് ആണ്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ മോഷൻ എന്താണ്? d by dt of dou L by dou x dot minus dou L by dou x is equal to 0. ഓക്കെ, dou L by dou x എന്താണ്? എക്സ് സൈക്ലിക് ആയതുകൊണ്ട് ഈ ടേം എന്താണ്? ഇത് 0 ആണ്. which implies d by dt of dou L by dou x dot is equal to 0. dou L by dou x dot എന്താണ്? mx dot ആണ്. നമുക്ക് ചെയ്ത് നോക്കി അറിയാം mx dot is equal to 0, which implies mx dot എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണ്. ശരിക്കും എം എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? പി എക്സ് ആണ്. ഓക്കെ, എം എക്സ് ഡോട്ട് കൺസേർവ്ഡ് ആണ്. ഞാൻ പറഞ്ഞു പി എക്സ് കൺസേർവ്ഡ് ആണെന്നുള്ളത്. അതേ ഇതിലോട്ട് തന്നെ നമ്മൾ എത്തി. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ കോർഡിനേറ്റ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ വൈ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? ഇതെന്താണ്? 0 ആണ്. സിൻസ് വൈ ഈസ് സൈക്ലിക്, സോ ഡി ബൈ ഡി ടി ഓഫ് dou L by dou y dot is equal to 0. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ d by dt of m y dot എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ എന്താണ്? m y dot എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് മോഷൻ ആണ്. ഓക്കെ, പി വൈ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? m y dot. Hence px and py are the constants of motion or the conserved quantities എന്ന് പറയുന്നത്. സോ നമുക്ക് ക്ലിയർ ആവാൻ മറ്റൊരു ലഗ്രാഞ്ചിയൻ കൂടെ നമുക്ക് എടുക്കാം, എന്നാൽ ഈ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ another example. We'll see another example. So L എന്ന് പറയുന്നത് മറ്റൊരു ലഗ്രാഞ്ചിയൻ ആണ് ഞാൻ എഴുതുന്നത്. ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് ജി എം എം ബൈ ആർ. സോ നമുക്കറിയാം ഇവിടെ ജനറലൈസ്ഡ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാം. ആർ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്, തീറ്റ ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ക്ലിയർലി നമുക്കറിയാം ഇതിൽ ഏതാണ് സൈക്ലിക് ആയിട്ടുള്ളത്. കാരണം ആറും ആർ ഡോട്ടും ഇതിനകത്തുണ്ട്. തീറ്റയും തീറ്റ ഡോട്ടും ഉണ്ടാവണമായിരുന്നു, പക്ഷെ തീറ്റ ഡോട്ടേ ഉള്ളൂ, തീറ്റ ഇല്ല. അപ്പൊ തീറ്റ ഇല്ലെങ്കിൽ എന്താണ് സൈക്ലിക്? തീറ്റ ഇസ് ദ എന്താണ്? സൈക്ലിക് കോർഡിനേറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? പി തീറ്റ ആയിരിക്കുമല്ലോ കൺസേർവ്ഡ് ആയിട്ട് വരുന്നത്. ഏതാണ് കൺസേർവ്ഡ്? പി തീറ്റ എന്താണ്? കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ് അല്ലെ? പി തീറ്റ ഇസ് ദ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. സോ നമുക്കറിയാം ലഗ്രാഞ്ചിയൻ എഴുതി എങ്ങനെ വരും? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണ് എഴുതേണ്ടത്. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ ആണ്. അപ്പൊ ഡോ എൽ ബൈ ഡോ തീറ്റ ലഗ്രാഞ്ചിയൻ ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ തീറ്റ. സോ ഡോ എൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ന് വരുന്നത്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എം ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട് എന്ന് കിട്ടും. ടൂം ക്യാൻസൽ ചെയ്ത് പോകും. സോ വിച്ച് ഇംപ്ലൈസ് ഇത് 0 ആണ്. ഡി ബൈ ഡി ടി ഓഫ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് 0 ആണ്. വിച്ച് ഇംപ്ലൈസ് എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ,
ഇനി നമ്മൾ മറ്റൊരു ലഗ്രാഞ്ചിൻ എടുക്കാം, കുറച്ചുകൂടെ വലിയ ഒരു ലഗ്രാഞ്ചിൻ എടുക്കാം. ഹാഫ് m r dot square plus r square theta dot square plus r square sin square theta phi dot square plus mgr cos theta. ഓക്കെ, ഏതൊക്കെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്? r ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് സൈക്ലിക് എന്ന് പറയുന്നത്. r ഉണ്ട്, r ഡോട്ട് ഇതിനകത്ത് പ്രസന്റ് ആണ്. തീറ്റ ഡോട്ട് ഉണ്ട്, സൈൻ തീറ്റ ഇതിന്റെ അകത്തുണ്ട്. സോ തീറ്റ സൈക്ലിക് അല്ല. ബട്ട് ഫൈ ഡോട്ട് ഉണ്ട്, ഫൈ ഇല്ല. ഹെൻസ് ഏതാണ് കോർഡിനേറ്റ്? ഫൈ ഈസ് സൈക്ലിക്. ഓക്കെ, ഫൈ സൈക്ലിക് ആകുമ്പോൾ ഏത് മൊമെന്റം ആണ് കൺസേർഡ്? p5 ഈസ് കൺസേർഡ്. സോ p5 എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇക്വേഷൻ എടുക്കുക, d by dt of dou L by dou phi dot minus dou L by phi equal to 0, which implies dou L by dou phi എന്ന് പറഞ്ഞാൽ 0 ആണ്, കാരണം phi സൈക്ലിക് ആണ്. അപ്പൊ എന്ത് കിട്ടും? d by dt of dou L by dou phi dot എന്താണ്? ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക, ഈ ലഗ്രാഞ്ചിൻ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു phi. നമുക്ക് എന്ത് കിട്ടും? m into r square sin square theta phi dot is equal to 0, which implies mr square sin square theta phi dot എന്ന് പറയുന്നത് എന്താണ്? Is the conserved quantity. So I hope ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.